ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഓട്സ് ക്രീമി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഹാർവസ്റ്റ് ഓട്സും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാസ്ത ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു വിസിലടുപ്പിച്ച് എടുത്തതാണ്. നമ്മൾ അരിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തോനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു വിസിലടുപ്പിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതാ ഓയിൽ മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിലാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലിൽ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനിപ്പോൾ ഇതാ ഗാർലിക് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഓട്സ് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 സ്പൂൺ ഓട്സ് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതാ ഓട്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതാ ഈ ഓട്സ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അപ്പോൾ അതിനി ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊടി നമുക്കിതാ ഓരോ സ്പൂൺ വെച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ കുറച്ചൊന്ന് കട്ടയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രീമി സ്ട്രക്ചറിൽ കിട്ടും. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ഭാഗം കട്ടയായി പോയിട്ടുണ്ടായിരുന്നു. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നല്ലൊരു ക്രീമി പരുവായി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയപ്പോൾ കുറച്ചൊരു ക്രീമി പരുവത്തിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലൊരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാസ്ത വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രീമിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇതാ നന്നായിട്ടൊരു തിളച്ച് കുറുകി ഒരു ക്രീമി പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി പാസ്ത ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീസൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മൈദയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്ത് നോക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഇതുപോലെ ക്രീമി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ക്രീമൊക്കെ ആ പാസ്തയിലാവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ചെറിയൊരു തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമും പാസ്തയും കൂടി യോജിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കമൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി കളർഫുള്ളാവും. സ്വീറ്റ് കോണൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഗ്രീൻ പീസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോവാം. അപ്പോൾ അടിപൊളി ക്രീമി ടേസ്റ്റാണ്. നമ്മൾ ഓട്സ് ചേർത്തതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ മൈദയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി ഹെൽത്ത് വൈസ് നമുക്ക് നല്ലതാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.